ബിരിയാണി ഇഷ്ടമുള്ളത് ആരല്ല ഉള്ളത്? ഒരുതപ്പെട്ട എല്ലാ ആൾക്കാർക്കും ബിരിയാണി ഇഷ്ടമാണ്. അതൊരു ഹൈദരാബാദി ബിരിയാണി കൂടി ആണെന്നുണ്ടെങ്കിലും പറയാൻ വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണല്ലേ ആ ബിരിയാണി. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാട്ടോ. ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടനാണ് പ്രധാനം. അത് ചിക്കനിലും ബീഫിലും ഒക്കെ ചെയ്യും. പക്ഷേ എനിക്കിവിടെ മട്ടൻ കിട്ടാത്തത് കൊണ്ട് ഞാൻ ചിക്കൻ വെച്ചിട്ടാട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലബാർ ബിരിയാണി കണക്കെ ഒരുപാട് മസാലയൊന്നും ഉണ്ടാകത്തൊന്നുമില്ല കേട്ടോ. അതുപോലെ എണ്ണയും നെയ്യൊക്കെ നല്ല കുറവായിരിക്കും കേട്ടോ അതിൻ്റെ അകത്ത്. അങ്ങനെ അതുകൊണ്ട് നമുക്കിത് കഴിക്കുമ്പോൾ അത്ര മടുപ്പൊന്നും തോന്നിക്കത്തൊന്നുമില്ല. ഫ്രണ്ട്സ്, എൻ്റെ പേര് രജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന 2 ലെഗ് പീസാണ്. ഇതുപോലെ ഇതിനെ നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. ആ കാല് രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 കപ്പ് സവാള വറുത്തെടുത്തത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വറുക്കുമ്പോൾ ഗോൾഡൻ യെല്ലോ അയച്ചാൽ മതി, ബ്രൗൺ കളർ ആകരുത് കേട്ടോ. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ഈ സവാളയ്ക്ക് ഒരു കരിഞ്ഞ ചുവയായിരിക്കും. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, പേസ്റ്റ് അല്ല ചതച്ചതാണ്, 2 പച്ചമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്, പപ്പായ അരച്ചത് 2 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് സ്പൈസസ് ആയിട്ട് 5 ഗ്രാമ്പൂ, 1 വലിയ കഷ്ണം കറുവപ്പട്ട, 4 ഏലക്ക അതിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ച് ചേർക്കാം കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നതിന് മുന്നേ കൈ നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് കൈ നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഇങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കാം. ഇത് സവാള വറുത്ത ഓയിലാണ്, അത് ചേർക്കാം. ശരിക്കും ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്ന പീനട്ട് ഓയിലിനകത്താട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കുക. 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അതിന് ശേഷം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചേർത്തേക്കണ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ബാസ്മതി റൈസാണ്. 1.25 കപ്പ്. ഇത് 1 കപ്പ് എന്ന് പറഞ്ഞത് 250 ml ആണ്. ഇതിന് റൈസ് എടുക്കുമ്പോഴത്തേക്ക് വലിയ അരിയാണി എടുക്കാൻ നോക്കുക കേട്ടോ. ഇനി ഇത് ഒന്ന് കഴുകിയെടുക്കാം. ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേവിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ഏലക്ക, 4 ഗ്രാമ്പൂ, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 ചെറുനാരങ്ങയുടെ പകുതി. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഈ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 7 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കും റൈസ് ഹാഫ് കുക്കാകുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കോരിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം വെള്ളം വെക്കണം. ഇതിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്പൈസസ് എല്ലാം ചേർക്കാം. റൈസിന് ആവശ്യമുള്ള ഉപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ബേ ലീഫ് ചേർക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതാ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഈ റൈസ് ഒരു ഹാഫ് കുക്കാകണം. ഈ ടൈമിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ ചോറ് വേവിക്കാൻ വെക്കണ സമയത്ത് തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് പാല് തിളപ്പിക്കണം. ഇത് 1/4 കപ്പ് പാലാണ്, 60 ml. ഇതിലേക്ക് ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ചേർക്കുന്നുണ്ട്. അത് ആ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. പാല് തിളച്ചിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടോ. എന്തായി നോക്കാം. ഇപ്പോൾ ചോറ് ഇതാ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹാഫ് കുക്കേ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ റൈസ് ഇതിൽ നിന്ന് ഇതാ ഇതുപോലെ ഇങ്ങനെ കോരിയെടുക്കുക. കോരിയെടുത്തിട്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ റൈസ് ഇട്ടതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി അരി വേകുന്നത് ഈ ചിക്കനിൽ കിടന്നിട്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ നമ്മൾ വേവിച്ചിട്ടില്ല, അത് അങ്ങനെ തന്നെ കിടക്കുവാണ്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് അത് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടോ, കുങ്കുമപ്പൂവിൻ്റെയാണ്. കുറച്ച് മലായിയൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കണേ ഇതിനകത്തേക്ക്.
അതൊക്കെ കിടക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ നെയ്യ് എന്ന് പറഞ്ഞത് ഇപ്പോഴാട്ടോ ചേർക്കുന്നത്. ഇനി ഇത് ദമ്മിടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ മൈദമാവോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ വെച്ചിട്ട് സൈഡൊക്കെ ഒട്ടിച്ചതിന് ശേഷം മൂടി വെക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിതിപ്പോൾ നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുന്നതാണ്. വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കും. ഇത് നന്നായിട്ട് ഇങ്ങനെ നല്ല പോലെ എയർ പോകാത്ത രീതിയിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് സീൽ ചെയ്യുക കേട്ടോ. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് അടയ്ക്കുക. അതിനുശേഷം ഈ സൈഡിലേക്ക് നീണ്ടു നിൽക്കുന്ന ഈ ഫോയിലൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എയർ ഒട്ടും പോകാത്ത രീതിയിൽ വേണം ഇത് സീൽ ചെയ്യാനായിട്ട്. ഇനി ഈ ചോറ് ഇനി ഇതിൽ കിടന്ന് വേണം വേകാനായിട്ട്. അതുപോലെ ചിക്കനും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ നല്ലപോലെ സീൽ ചെയ്യുക. ഗോതമ്പ് മാവോ അല്ലെങ്കിൽ മൈദമാവാണ് ഏറ്റവും നല്ലത്. ഞാനിത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം ഒരു മിനിറ്റ് നേരത്തേക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. എന്താ വെച്ചാൽ നമ്മൾ ഈ പാത്രം ഒന്ന് ചൂടായിട്ട് വരണം. നന്നായി ചൂടായതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ലപോലെ ലോ ആക്കുക. ഇത് എപ്പോഴാണ് വെന്തെന്ന് അറിയുന്നത് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ കൂടെ എയർ വരാൻ തുടങ്ങും. അപ്പോഴാണ് ഇത് വെന്തത് മനസ്സിലാക്കുന്നത് കേട്ടോ. മൈദമാവോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ ഒട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പൊട്ടിയിട്ട് പുറത്തേക്ക് എയർ വരാൻ തുടങ്ങും. അപ്പോൾ ഞാനിത് കുറച്ചും കൂടെ ഒരു ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലും വെയിറ്റുള്ള സാധനം ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ആ ഇടികല്ലുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ എയർ ഒട്ടും പോകില്ല. ഇതിപ്പോൾ നല്ല ദമ്മായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ എയർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ ഇതിൽ കൂടെ ഇങ്ങനെ കാണാം ചെറുതായിട്ട് ഇങ്ങനെ ആവി വരുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിപ്പോൾ തുറക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇതൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കാം കേട്ടോ. അത് വെച്ചാൽ ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഫ്ലേവർ എല്ലാം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമായിരിക്കും, അതെല്ലാം കൂടെ പോകും. ഇപ്പോൾ ഒരു 15 മിനിറ്റോളായിട്ടുണ്ട്. തുറന്ന് നോക്കാം. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. ചോറൊന്നും വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. ചോറ് നല്ല കറക്റ്റായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ നമ്മൾ ചിക്കൻ ഒന്ന് എടുത്ത് നോക്കാം. ചിക്കൻ നല്ല സോഫ്റ്റാണ്, നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതായത് ഞാൻ തൊട്ടുമ്പോൾ തന്നെ അത് മുറിഞ്ഞു പോകുന്നുണ്ട് കണ്ടോ, ഇതുപോലെ. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് മാറ്റിയതിന് ശേഷം ഇത് സെർവ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്ന കണ്ടില്ലേ, നല്ല എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട്. മലബാർ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ല, അത്രയും സാധനങ്ങളും നമുക്ക് ആവശ്യമില്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമ്മൾ പപ്പായ ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അപ്പോൾ പപ്പായ ചേർക്കുന്നത് കൊണ്ടാണ് ആ ചിക്കൻ പെട്ടെന്ന് വേകുന്നതും അതുപോലെ നല്ല സോഫ്റ്റായിട്ടും നല്ല ജ്യൂസി ആയിട്ടും പിന്നെ എന്നാ പറയുക, അതങ്ങനെ ഉടഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. അതെല്ലാം അങ്ങനെ ഇരിക്കുന്നത് ഈ പപ്പായ ചേർക്കുന്നത് കൊണ്ടാണ്. അതങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാട്ടോ ആ ചിക്കന്. ഇപ്പോൾ ആ പപ്പായയുടെ ഒരു ടേസ്റ്റ് ഒന്നും അങ്ങനെ മുന്നിലൊന്നും നിൽക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഹൈദരാബാദി ബിരിയാണി ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിലും കൂടെ ക്ലിക്ക് ചെയ്യട്ടോ. ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.